ന്യൂസ് ബ്ലാസ്റ്റിലേക്ക് വീണ്ടും അവയവ കടത്തിൽ കുരുക്കുമുറുക്കി ഇഡി. വ്യാജരേഖ ചമച്ചുള്ള അവയവ കച്ചവടത്തിൽ ഇഡിയുടെ ചോദ്യമുന മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി മാനേജ്മെന്റിലേക്ക്. മാനേജ്മെന്റ് അംഗങ്ങൾക്കും ഡോക്ടർമാർക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇഡി സമൻസ് നൽകിയിട്ടുണ്ട്. മുഖ്യപ്രതി നജീബിന്റെ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിലാണ് ഈ പരിശോധന. അതിനിടയിൽ ലേക്ഷോർ ആശുപത്രിയിലെ കൂടുതൽ ഡോക്ടർമാരെ ചോദ്യം ചെയ്യാനുള്ള നടപടിയിലേക്കും അന്വേഷണ സംഘം കടക്കുകയാണ്. എസ് ശരൺ വിവരങ്ങൾ നൽകും. ശരണി, നജീബ് കേരളത്തിലെ ഏറ്റവും വലിയ അവയവ കടത്ത് മാഫിയയുടെ തലവനാണ് അയാളെന്നാണ് മനസ്സിലാക്കേണ്ടത്. അയാളുടെ ഡയറിയിൽ നിന്ന് കണ്ടെത്തിയ ചില വിവരങ്ങൾ നമ്മളെ ഞെട്ടിച്ചതാണ്. അതിൽ പ്രധാനപ്പെട്ട പല സ്വകാര്യ ആശുപത്രികളും ഈ അവയവ കച്ചവടത്തിന് കൂട്ടുനിന്നിട്ടുണ്ട്. ഡോക്ടർമാർ ഒത്താശ ചെയ്തിട്ടുണ്ട്, ഇവരൊക്കെ സഹായിച്ചിട്ടുണ്ട്, കമ്മീഷൻ പങ്കുപറ്റിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നതാണ്. ഇപ്പോൾ ഈ ലേക്ക് ഷോർ മെഡിക്കൽ ട്രസ്റ്റ് പോലുള്ള പ്രധാനപ്പെട്ട ആശുപത്രികൾക്ക്, അവിടുത്തെ ഡോക്ടർമാർക്ക് ഈ അവയവ കടത്തിൽ എന്താണ് പങ്ക്? ശരം, കഴിഞ്ഞ മാസം ECI രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ലേക്ക് ഷോർ മെഡിക്കൽ ട്രസ്റ്റ് അടക്കമുള്ള ആശുപത്രികളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശദമായ റെയ്ഡ് നടത്തിയിരുന്നു. ആ റെയ്ഡിൽ നിന്നും പിടിച്ചെടുത്ത രേഖകളുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ലേക്ക് ഷോർ MD അടക്കമുള്ളവരെ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഇഡിയുടെ ചോദ്യമുന മറ്റൊരു ആശുപത്രി മാനേജ്മെന്റിലേക്ക് കൂടി നീളുന്നത്. അതായത് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി മാനേജ്മെന്റ് അംഗങ്ങൾക്കും ഡോക്ടർമാർക്കും ഈ ആഴ്ച ചോദ്യം ചെയ്യലിൽ ഹാജരാകണമെന്ന നിർദ്ദേശമാണ് സമൻസ് നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഈ കേസിലെ മുഖ്യ പ്രതിയായ നജീബിന്റെ നേതൃത്വത്തിലുള്ള അവയവ കച്ചവട റാക്കറ്റ് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയുമായും സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഇഡി മനസ്സിലാക്കിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യലിലേക്കാണ് പോകുന്നത്. ഇതോടൊപ്പം തന്നെ ലേക്ക് ഷോർ ആശുപത്രിയിലെ കൂടുതൽ ഡോക്ടർമാരുടെ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. സീനിയർ കൺസൾട്ടന്റായ ജോൺ അലക്സാണ്ടർ, ഒപ്പം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ ശ്രീജ പിള്ള എന്നിവരെ ഇന്ന് ഇഡിയുടെ കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി വിശദമായി തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും ഇഡി പരിശോധിക്കുന്നത് ഈ നിയമവിരുദ്ധമായിട്ടുള്ള അവയവദാന ശസ്ത്രക്രിയയിലൂടെ ഡോക്ടർമാർക്ക് കമ്മീഷൻ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഡോക്ടർമാരുടെ ആസ്തി, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കൂടി ശേഖരിച്ചുകൊണ്ടാണ് ഇഡിയുടെ പരിശോധനകൾ നടക്കുന്നത്. ശരി ശരൺ, എല്ലാ വിവരങ്ങളും അന്വേഷണത്തിലൂടെ പുറത്തു വരട്ടെ.